ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹവും അതിനെക്കുറിച്ചുള്ള ആരും ഷുവറല്ല, ഇതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു അവരും ലീഗൽ എക്സ്പേർട്സ് ആയിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തൃശ്ശൂർ പൂരം നടത്താൻ തന്നെ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ളത് പറഞ്ഞ കാരണം തൃശ്ശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആലോചന കൂടി ഉണ്ടാകും. അതൊരു പ്രശ്നമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ഏതാണ്ട് കാലത്ത് 6-7 മണിയോടുകൂടി ആരംഭിക്കുകയും അടിമലങ്കരം ശാസ്താവ് അതിനു മുമ്പ് ആരംഭിക്കുകയും ചെയ്യും. ഉച്ചയ്ക്കാണ് പാറമേക്കാവിന്റെ എഴുന്നള്ളിപ്പ്. ഈ എഴുന്നള്ളിപ്പുകളൊക്കെ പകൽ സമയമായ കാരണം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആലോചന. പകൽ സ്ഥലത്ത് എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആലോചന, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന യോഗമാണ് ഉദ്ദേശിച്ചത്. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ജില്ലയിലെ ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പൂരം നടത്താനാവാത്ത സ്ഥിതിയാണെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യോഗശേഷം നിയമനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.